കാട്ടകമ്പാൽ മേഖലയിലെ കോൾപ്പടവിൽ ഇത്തവണ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. ഏക്കറിന് 2800-3000 വരെ കിലോഗ്രാം നെല്ല് കിട്ടിയിരുന്ന പാടങ്ങളിൽ ഇത്തവണ കർഷകർക്ക് ലഭിച്ചത് 1900-2500 കിലോഗ്രാം വരെ മാത്രമാണ്. കർഷകർക്ക് ഏക്കറിന് ശരാശരി 500 കിലോഗ്രാം നെല്ലാണ് വിളവെടുപ്പിൽ കുറഞ്ഞിട്ടുള്ളത്. രോഗവും വേനൽ മഴയും മൂലം വിളഞ്ഞ നെൽമണികൾ കൊഴിഞ്ഞു വീണതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് കൊഴിഞ്ഞ നെൽമണികളെല്ലാം മഴയിൽ മുളച്ചുപൊന്തി. ഈ സീസണിൽ ആദ്യം വിളവിറക്കിയ പാടശേഖരങ്ങളിലെ വിത്തെല്ലാം മഴയിൽ നശിച്ചിരുന്നു. കർഷകർ വീണ്ടും ഞാറുനട്ടാണ് കൃഷിയിറക്കിയത്. രോഗങ്ങൾക്കൊപ്പം കാലാവസ്ഥാ മാറ്റവും വിളവിനെ ബാധിച്ചതായി കർഷകർ പറഞ്ഞു. പകൽ കനത്ത വെയിലും രാത്രിയിൽ മഞ്ഞുമൂടിയ അന്തരീക്ഷവും മൂലം ഒട്ടേറെ പാടങ്ങളിൽ വെൺകതിരുകളുണ്ടായി. ഇവയെല്ലാം കൊയ്ത്തിനു മുമ്പ് തന്നെ കൊഴിഞ്ഞുപോയി. 4 മാസത്തെ കഷ്ടപ്പാടിനു ശേഷം വിളവെടുക്കുന്ന സമയത്ത് പെയ്ത കനത്ത വേനൽമഴ കർഷകരെ വെട്ടില. നെൽച്ചെടികൾ മഴയിൽ ഒടിഞ്ഞു വീണതോടെ കതിരിൽ നിന്ന് നെൽമണികൾ കൊഴിഞ്ഞു വീണു. പാടത്ത് വീണുകിടക്കുന്ന നെൽച്ചെടികൾ കൊയ്തെടുക്കാൻ കൊയ്ത്തുമെതി യന്ത്രം കൂടുതൽ സമയമെടുത്തതും വൻ നഷ്ടമായി. കൊയ്ത്തിന് വരുന്ന വൻ ചെലവ് കർഷകരുടെ കണക്ക് പുസ്തകത്തിലെ നഷ്ടം കൂട്ടി. കൊയ്ത്തുമെതി യന്ത്രത്തിന് പുറമെ കൊയ്തെടുത്ത നെല്ല് സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന വാഹനക്കൂലി, ടാർപോളിൻ വാടക, നെല്ല് ചാക്കിലാക്കുന്നതിനുള്ള കൂലി, ചുമട്ടുകൂലി തുടങ്ങി വൻ ചിലവാണ് കർഷകർക്ക് കൊയ്ത്തിനുള്ളത്. ഇതിനു പുറമെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് പാട്ടത്തിന്റെ പണവും നൽകണം. കൃഷി നഷ്ടം വന്നവർക്ക് സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം.